ഭാഗം 12. യാത്ര കഴിഞ്ഞെത്തിയ ഒട്ടകങ്ങൾക്ക് വെള്ളവും പോച്ചയും കൊടുക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടു. ഞാൻ അവയുടെ മസ്രയ്ക്ക് അരികിലേക്ക് ചെന്നു. എനിക്ക് പേടി തോന്നി. ഒട്ടകങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവിയാണോ? ഉപദ്രവിക്കുന്നതാണെങ്കിൽ അവ എങ്ങനെയാണ് ശത്രുക്കളെ ആക്രമിക്കുന്നത്? തൊഴിക്കുകയാണോ, കടിക്കുകയാണോ, കുത്തുകയാണോ, ചവിട്ടുകയാണോ? പക്ഷേ അവയുടെ മസ്രയ്ക്കുള്ളിൽ കയറി അതിന് വെള്ളവും പോച്ചയും കൊടുക്കണം. പേടിയാണെന്ന് വിചാരിച്ച് പിന്മാറാൻ എനിക്ക് സാധ്യതയൊന്നുമില്ലായിരുന്നു. കാരണം ഒട്ടകം എത്രയധികം ഉപദ്രവിക്കുന്ന ജീവിയാണെങ്കിലും അതിനേക്കാൾ ഭീകരനായ ഒരു അർബാബ് കൂർത്ത കണ്ണുകളോടെ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ മസ്രയ്ക്കുള്ളിലേക്ക് കടന്നു. ഒട്ടകങ്ങളുടെ കാലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു ചവിട്ടോ അതിൻ്റെ കൺമുന്നിലൂടെ നടക്കുമ്പോൾ ഒരു കടിയോ പ്രതീക്ഷിച്ച് ഞാൻ വല്ല വിധേനയും വെള്ളവും പോച്ചയും കൊടുത്തു. സാഹചര്യം മനുഷ്യൻ്റെ എല്ലാ പേടികളെയും അസ്ഥാനത്താക്കുന്നുവെന്ന് അന്നും പിന്നെ എത്രയോ അവസരങ്ങളിലും നേരിട്ട് പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അന്നെന്തായാലും ഒട്ടകം എന്നെ ഒന്നും ചെയ്തില്ല. 4 തൊട്ടിയിൽ വെള്ളം, 4 തൊട്ടിയിൽ പോച്ച, 2 തൊട്ടിയിൽ ഗോതമ്പ്, 3 തൊട്ടിയിൽ കച്ചി, ഇത്രയും മുഴുവൻ ഞാൻ തനിച്ച് ഒട്ടകത്തിന് വിളമ്പേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നടു ശരിക്കും ഒടിഞ്ഞു പോയിരുന്നു. എന്നെ ഒന്ന് സഹായിക്കാൻ നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും യാചന കൊണ്ടും ഞാൻ ഭീകരരൂപിയോട് അഭ്യർത്ഥിച്ചു. അയാൾ സഹായിക്കാനായി എഴുന്നേറ്റപ്പോഴൊക്കെ അർബാബ് അവനെ തടഞ്ഞു. ഞാൻ ചന്തി കഴുകാൻ ഇത്തിരി വെള്ളമെടുത്തതിൻ്റെ ശിക്ഷയായിരുന്നു അതെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായുള്ളൂ. വർദ്ധിച്ച ക്ഷീണത്തോടെ ഞാൻ വീണ്ടും ഭീകരരൂപിയുടെ കട്ടിലിനടുത്ത് പോയിരുന്നു. കിതപ്പും ക്ഷീണവും പതിയെ ഒതുങ്ങിയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. കുറച്ചു മുമ്പ് ഭീകരരൂപി എനിക്ക് തന്ന ഗുബൂസ് കട്ടിലിനടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. ശൗചര്യം ചെയ്യാതിരുന്നതിനെപ്പറ്റി ഞാൻ ആകുലപ്പെട്ടില്ല. വൃത്തിയെപ്പറ്റി ഞാൻ വേവലാതിപ്പെട്ടില്ല. ആ ഇരിപ്പിലിരുന്ന് മുഴുത്ത 4 ഗുബൂസുകൾ ഞാൻ വെള്ളം മുക്കി അടിച്ചു. പിന്നെ ആർത്തിയോടെ 2 മൊന്ത വെള്ളം ഉള്ളിലേക്ക് വീഴ്ത്തി. തിന്നു കഴിഞ്ഞപ്പോൾ അർബാബ് എന്നെ കൂടാരത്തിനടുത്തേക്ക് വിളിച്ച് എന്തൊക്കെയോ ഗുണദോഷിച്ചു. വഴക്കു പറഞ്ഞു. എല്ലാം ഞാൻ തല കുനിച്ചു നിന്ന് കേൾക്കുന്നതായും മനസ്സിലാക്കുന്നതായും അഭിനയിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ചെയ്തുപോയ അപരാധത്തിൻ്റെ വലിപ്പം എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി അല്പനേരം വിശ്രമ സമയമാണ്. ഇത്തിരി തണലിനു വേണ്ടി ഞാൻ 4 പാടും പരതി. എങ്ങും തണൽ എന്നൊരു വസ്തുവില്ല. വെയിൽ മാത്രം, കത്തുന്ന ചൂട് മാത്രം. ഇനി ഇത്തിരി തണലുള്ളത് അർബാബിൻ്റെ കൂടാരത്തിനുള്ളിലാണ്. അയാളത് സുൽത്താൻ്റെ കൊട്ടാരം പോലെ ആരെയും അകത്ത് കടത്താതെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് നൂണ് കയറാൻ എനിക്ക് ധൈര്യം പോരായിരുന്നു. ഭീകരരൂപി വെയിലുണ്ടെന്ന നാട്യമേതുമില്ലാതെ മുഖത്തേക്ക് ഒരു തുണി വലിച്ചിട്ട് കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്ന് നല്ല മയക്കമാണ്. അവൻ്റെ പൂതലിച്ച ശരീരത്തിൽ ഒരു വെയിലും ചൂടും ഒന്നും ഏഷുന്നതേയില്ലെന്ന് തോന്നി. തലയിൽ ഒരു തോർത്ത് മടക്കിയിട്ട് ഞാനും ആ കട്ടിലിനരികിൽ ചെന്നിരുന്നു. അല്പനേരം വെയിലും കൊണ്ടിരുന്നപ്പോഴാണ് കട്ടിലിനടിയിൽ ഒരിത്തിരി തണൽ എൻ്റെ കണ്ണിൽപ്പെടുന്നത്. അത് അന്നേരം ലോകത്തിലെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമായി എനിക്ക് അനുഭവപ്പെട്ടു. ആവശ്യകതയും സാഹചര്യവുമാണ് ഒരു കണ്ടുപിടുത്തത്തിൻ്റെ മഹത്വം നിർണ്ണയിക്കുന്നതെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേത് കണ്ടുപിടുത്തത്തെക്കാളും മഹത്തരം തന്നെയായിരുന്നു. അല്ലെങ്കിൽ എത്ര കാലമായി ആ ഭീകരരൂപി ആ വെയിലത്ത് കിടന്നു പൊള്ളുന്നു? ഇങ്ങനെയൊരു തണലിൻ്റെ സാധ്യത എന്തുകൊണ്ട് അവൻ കണ്ടെത്തിയില്ല? ആർത്തി നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ കട്ടിലിനടിയിലേക്ക് നൂണ് കയറി നീണ്ടു നിവർന്ന് കിടന്നു. മണ്ണിന് നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും ആ കിടപ്പിന് അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര സുഖമുണ്ടായിരുന്നു. ഒന്ന് മയങ്ങിയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും വിളി വന്നു. വീണ്ടും കാലത്തെ പോലെ ആടുകളെ ഓരോ സെറ്റുകളായി നടക്കാൻ കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ ആടുകളുടെയും മസ്രകളുടെയും ഇനം തിരിവ് കുറെ കൂടി ശ്രദ്ധിക്കുന്നത്. ഒരു മസ്രയിൽ മുഴുവൻ കറവയുള്ളവയാണ്. ഇനിയൊന്നിൽ ചനയേൽക്കാനുള്ളതും മുട്ടനാടുകളും, മറ്റു ചിലതിൽ പല വലിപ്പമുള്ളവ, പല പ്രായത്തിലുള്ള കുട്ടിയാടുകൾ, ഇനിയൊന്നിൽ ചെമ്മരിയാടുകൾ, ഏറ്റവും ഒടുവിലത്തേതിൽ ഒട്ടകങ്ങളും. ആദ്യത്തെ സെറ്റ് ആടുകളെയും കൊണ്ട് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഒട്ടകങ്ങളുടെ മസ്രയുടെ വാതിൽ തുറന്നുകൊണ്ടിരുന്നു. അവ സ്വയം അവയുടെ വഴിക്ക് പോയി. അവസാന സെറ്റ് ആടുകളെയും കൊണ്ട് മടങ്ങി വരുമ്പോഴേക്കും ഒട്ടകങ്ങളും സ്വയം മടങ്ങി വന്നു. പിന്നെ ഉച്ചക്കത്തെ ജോലികൾ ആവർത്തിച്ചു. വെള്ളം, കച്ചി, പോച്ച, ഗോതമ്പ്. ഭീകരൻ വലിയൊരു പാത്രവുമായി വന്നു. കറവയുള്ള ആടുകളുടെ മസ്രയിൽ കയറി. കൂടെ ഞാനും ചെന്നു. ഒന്നിനെ ഒന്നായി കറന്നു. ഞാൻ നോക്കി നിന്നതേയുള്ളൂ. വല്ലാത്ത സ്പീഡായിരുന്നു അവന്. ഒറ്റയിരിപ്പിന് ആ വലിയ തൊട്ടി നിറച്ചു. ഞങ്ങൾ ഇരുവരും ചേർന്ന് അത് പിടിച്ച് പുറത്തു കൊണ്ടുവച്ചു. വിൽക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൽ കുറച്ച് അർബാബ് കോരി കുടിച്ചു.
2 കപ്പ് ഭീകരരൂപിയും എന്നോടും ആവശ്യത്തിന് കുടിച്ചോളാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ മുഷട് വാട കാരണം എനിക്കതിൽ തൊടാനേ തോന്നിയില്ല. ബാക്കി വന്ന പാൽ മുഴുവൻ എടുത്ത് ഏറ്റവും ഇളം പ്രായത്തിലുള്ള ആട്ടിൻകുട്ടികളുടെ മസ്രയ്ക്കുള്ളിൽ കൊണ്ടുചെന്ന് വെച്ചു. കാടി കുടിക്കാൻ കൂടുന്നതുപോലെ അവ തൊട്ടിക്ക് ചുറ്റും കൂടി ഒന്നിച്ച് തലയിട്ട് കുടിച്ചു. അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. പുതിയ ഓരോ കാര്യങ്ങൾ എൻ്റെ ബുദ്ധിയിലേക്കും കാഴ്ചയിലേക്കും കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പാൽ കുടിക്കുന്ന ആട്ടിൻകുട്ടികളെപ്പോലും തള്ളയോടൊപ്പമല്ല കൂട്ടിലിരിക്കുന്നത്. കുട്ടി വേറെ, തള്ള വേറെ. ഒരാട്ടിൻകുട്ടിയുടെയും തള്ളയുടെ മുലയിൽ നിന്നും നേരിട്ട് കുടിക്കാൻ അനുവദിക്കില്ല. എല്ലാത്തിനും കറന്നു കൊടുക്കുകയാണ്, അതും ഒന്നിച്ച് ഒരു തൊട്ടിയിൽ. അപ്പോൾ ഏതമ്മയുടെ പാൽ ഏതു കുട്ടി കുടിക്കുന്നു? മണം കൊണ്ടും രുചി കൊണ്ടും സ്പർശനം കൊണ്ടുമല്ലേ ഒരു കുട്ടി അമ്മയെ തിരിച്ചറിയുന്നത്? ആടായാലും പട്ടിയായാലും പശുവായാലും മനുഷ്യനായാലും അങ്ങനെ തന്നെയാവണം. അപ്പോൾ ഒരാടിനും അതിൻ്റെ അമ്മയുമായി അല്ലെങ്കിൽ അതിൻ്റെ കുട്ടിയുമായി ഒരു ആത്മബന്ധം ഉണ്ടാകാതിരിക്കലാണോ ഈ കൂട്ടക്കുടിപ്പീര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആവോ, ആർക്കറിയാം. അതാണ് അറബികളുടെ രീതി, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എൻ്റെ അർബാബിൻ്റെ രീതി. അതനുസരിക്കാൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറം എന്തെങ്കിലും ആലോചിക്കാനോ വേവലാതിപ്പെടാനോ എനിക്കെന്ത് കാര്യം? നിഴൽ ചാഞ്ഞു. ഭൂമി മരുഭൂമിയുടെ മടക്കുകളിലേക്ക് താഴ്ന്നുപോയി. സന്ധ്യ വന്നു, ഇരുൾ വന്നു. അപ്പോഴേക്കും രാത്രിയിലത്തെ അർബാബും എത്തി. അർബാബ് വണ്ടിയിൽ നിന്ന് തീറ്റ സാമാനങ്ങളും വെള്ളവും ഇറക്കി. പകലത്തെ അർബാബ് വണ്ടിയിൽ എന്തൊക്കെയോ പെറുക്കി വെച്ച ശേഷം പോയി. രാത്രി അർബാബ് ഗുബൂസ് കൊണ്ടുവന്നിരുന്നു. കറിയൊന്നുമില്ല, വെറും ഗുബൂസ്. അങ്ങനെ എൻ്റെ ഇനിയുള്ള കാലത്തെ ഭക്ഷണക്രമം എനിക്ക് വേഗം പിടികിട്ടി. അതികാലത്ത് കറന്നെടുത്ത പാൽ പച്ചയ്ക്ക് മുലച്ചൂടോടെ വേണമെങ്കിൽ മാത്രം. പ്രഭാത ഭക്ഷണം ഗുബൂസ് പച്ചവെള്ളം, ഉച്ചഭക്ഷണം ഗുബൂസ് പച്ചവെള്ളം, വൈകുന്നേരം കറന്നെടുത്ത പാൽ പച്ചയ്ക്ക് മുലച്ചൂടോടെ വേണമെങ്കിൽ മാത്രം. രാത്രി ഭക്ഷണം ഗുബൂസും പച്ചവെള്ളവും. ഇടയ്ക്കിടെ ദാഹിക്കുമ്പോൾ ഇരുമ്പ് ടാങ്കിൽ കിടന്ന് പുള്ളി വാടിയ പച്ചവെള്ളം, അതും വളരെ അത്യാവശ്യം തോന്നുന്ന ഘട്ടത്തിൽ മാത്രം. രാത്രി പണികളെല്ലാം ഒതുക്കി ഭീകരരൂപി വന്ന് കട്ടിലിൽ കിടന്നു. ഞാൻ വെറും നിലത്ത് ഒരു പുതപ്പ് വിരിച്ചു. അർബാബ് കൂടാരത്തിലും. എന്തൊക്കെയോ ചോദിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നതാണ്. പക്ഷേ കിടന്നതേയുള്ളൂ. 5 മിനിറ്റിനകം ഭീകരരൂപിയിൽ നിന്നും കൂർക്കം വലി ഉയർന്നു. ഞാൻ ഒറ്റയ്ക്കായി. എൻ്റെ ബാഗായിരുന്നു എൻ്റെ തലയണ. അതിൽ നിന്നും അച്ചാറിൻ്റെ ഗന്ധമുയർന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ ഓർമ്മിച്ചു. ഉമ്മയെ ഓർമ്മിച്ചു, സൈനുവിനെ ഓർമ്മിച്ചു, അവളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ പൊന്നുമോനെ, മോളെ ഓർമ്മിച്ചു. ഞാനിവിടെ എത്തിയ വിവരമറിയാതെ അവരിപ്പോൾ വിഷമിക്കുകയാവാം. അതോർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. എൻ്റെ നെഞ്ച് വിങ്ങിപ്പതയുന്നത് പോലെ തോന്നി. എങ്ങനെ ഞാനവരെ എൻ്റെ വിവരങ്ങൾ അറിയിക്കും? സുഖമായി എത്തിച്ചേർന്നു, സുഖമായിരിക്കുന്നു എന്നെങ്കിലും. ഞാൻ ഹക്കീമിനെക്കുറിച്ച് ഓർത്തു. അവനിവിടെ എന്തു പണിയാണോ എന്തോ. ഇന്ന് പുറത്തെങ്ങും കണ്ടില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെയും വലിയൊരു മസ്ര ഉള്ളതുപോലെ. അവൻ്റെ സ്ഥിതിയും ഏറെയൊന്നും മെച്ചമാവാനിടയില്ല. കഷ്ടം. എന്തെല്ലാം സ്വപ്നങ്ങളുമായി വിമാനം കയറി വന്നതാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കടുത്ത യാതനകൾ അവനെങ്ങനെ സഹിക്കും? സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തവനല്ല. അവൻ്റെ ഉപ്പ കുറേ കാലമായി ദുബായിലാണ്. അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിസക്കാരി വന്നത്. ശരി, നാട്ടിൽ നിന്ന് നശിക്കാതെ നീ കയറിപ്പോ. അവിടുത്തെ ജീവിതവും ഭാഷയും പഠിക്കുക. 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ തരം കിട്ടിയാൽ അതിനിടയിൽ എപ്പോഴെങ്കിലും ദുബായിക്ക് കടത്താം. അതായിരുന്നു അവൻ്റെ ഉപ്പ പറഞ്ഞത്. പാവം, എങ്ങനെ സഹിക്കുന്നു ഈ ജീവിതം? എൻ്റെ കാര്യം പോട്ടെ. മണൽ വാരി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചവനാണ്. എനിക്കൊന്നും സാരമില്ല. അവൻ നാട്ടിൽ പിള്ളകളോടൊത്ത് ചെത്തിപ്പൊളിച്ച് നടന്നവൻ എന്തായി തീരുമോ എന്തോ. എല്ലാം അള്ളാഹുവിൻ്റെ ഓരോ നടത്തിപ്പുകൾ. സഹിച്ചേ ആവണം. മറ്റെന്താണ് ഒരു വഴി? വരും ദിവസങ്ങൾ കൂടുതൽ ദുസ്സഹമാകാനേ തരമുള്ളൂ. കരുണാമയനായ എൻ്റെ അള്ളാഹുവേ, ആ യാതനകൾ താണ്ടിപ്പോരാൻ എനിക്കും ഹക്കീമിനും വേണ്ടത്ര ശക്തിയും ബലവും തരയണമേ. പരിചയമില്ലാത്ത കിടപ്പുകാരനാവണം. അന്ന് രാത്രിയും ഏറെ വൈകിയാണ് ഞാനൊന്ന് മയങ്ങിയത്.